എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോട്ടിൻ്റെ റഗ്ബി എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ അൺബോക്സിംഗ് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. കുറച്ച് ഭാഗം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പീക്കർ പുറത്ത് തന്നെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കുറച്ച് ഹൈലൈറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പിറകിലും കുറച്ച് ഹൈലൈറ്റ്സ് എഴുതിയിട്ടുണ്ട്. കൂടാതെ യാതൊന്നും തന്നെ നമുക്ക് ബോക്സിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു USB മിനി കേബിളും കൂടാതെ ഒരു ഓക്സ് കേബിളുമാണ്, പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സും ആണ്. അപ്പോൾ നമ്മൾ ബോക്സിൽ കണ്ടതുപോലെ നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ ലഭിക്കുന്നത് ഒരു മിനി USB കേബിളും പിന്നെ ഒരു ഓക്സ് കേബിളും കൂടാതെ കുറച്ച് പേപ്പർ വർക്ക്സും ആണ്. അല്ലാണ്ട് യാതൊന്നും തന്നെ നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു റഗ്ബി ബോളിൻ്റെ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു സ്പീക്കർ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് ആ ഒരു റഗ്ബി എന്ന് തന്നെ ഇട്ടിരിക്കുന്നത്. ആ ഒരു ബോളിൻ്റെ ഷേപ്പിലാണ് അവരിത് ചെയ്തിരിക്കുന്നത്. ഇനി ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പീക്കർ നിർമ്മിച്ചിരിക്കുന്നത് ആക്ച്വലി മെറ്റലും പ്ലാസ്റ്റിക്കും കൊണ്ടാണ്. പിന്നെ ഒരു റബ്ബർ കോട്ടിങ്ങും നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. സ്പീക്കറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും, വോളിയം ഡൗൺ ബട്ടൺ കാണാൻ സാധിക്കും, പ്ലേ ആൻഡ് പോസ് അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. പിന്നീടുള്ളത് ഒരു വോളിയം അപ്പ് ബട്ടൺ കാണാൻ സാധിക്കും. ഇനി സ്പീക്കറിൻ്റെ ഇടതുവശം നോക്കുകയാണെങ്കിൽ ഒരു ഓഡിയോ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും, ഒരു മൈക്രോ USB പോർട്ട് കാണാൻ സാധിക്കും, പിന്നെ മൈക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അടിയിൽ നോക്കുകയാണെങ്കിൽ ബോട്ടിൻ്റെ ലോഗോ ഉണ്ട്. കൂടാതെ പ്രോഡക്റ്റും മോഡൽ നമ്പറും ഇൻപുട്ടും പവർ ഔട്ട്പുട്ടും എല്ലാം നമുക്ക് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഈ സ്പീക്കറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 19 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 8.1 സെൻറ്റിമീറ്റേഴ്സ് ആണ്. കൂടാതെ ഡെപ്ത് എന്ന് പറയുന്നതും 8.1 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 490 ഗ്രാം ആണ്. ഇതിൽ വന്നിരിക്കുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് 5 വോട്ടിൻ്റെ 2 സ്പീക്കേഴ്സാണ്. കൂടാതെ പിറകിൽ ഇത്രയും വലിയൊരു പാസീവ് റേഡിയേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് നല്ല പോലെ കൂടുതൽ ലഭിക്കുന്നതാണ് ഇതിൻ്റെ അകത്തിൽ നിന്നും. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10 വോട്ടാണ്. ഈ ഒരു സ്പീക്കറിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 1800 mAh ആണ്. 100% ആകാനായിട്ട് 2 hours ആണ് എടുക്കുന്നത്. കൂടാതെ പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നത് 8 hours ആണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 2.1 ആണ്. വയർലെസ് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റേഴ്സ് ആണ്. ഇനി ഈ ഒരു സ്പീക്കറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻബിൽറ്റ് മൈക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കോൾസൊക്കെ ഇതുവഴി തന്നെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മൈക്കിലൂടെ തന്നെ നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. IPX5 സ്പ്ലാഷ് പ്രൂഫ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് ഡ്രിസ്ലിംഗ് സമയത്തുമൊക്കെ നമുക്ക് വെളിയിൽ വെച്ച് പാട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും നമുക്കിതിൽ നിന്നും ഉണ്ടാവുന്നതല്ല. ഇനി ഈ ഒരു സ്പീക്കർ പവർ ഓൺ ഓഫ് ബട്ടൺ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് ഓൺ ആവുന്നത്. ഓൺ ആകുമ്പോൾ തന്നെ കണ്ടോ ഇതുപോലെ കുറച്ച് സൗണ്ട് ഒക്കെ കേൾക്കും. അതിനുശേഷം നമ്മൾ ഓൾറെഡി ബ്ലൂടൂത്തുമായിട്ട് നമ്മളൊരു ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ അപ്പോൾ തന്നെ അത് കണക്റ്റ് ആവുന്നതാണ്. അപ്പോഴും ഇതുപോലെ പറയും പെയറിങ് സക്സസ്ഫുള്ളി എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്പീക്കറിൻ്റെ നടുക്കായിട്ടൊരു ബ്ലൂ ലൈറ്റ് കാണാൻ സാധിക്കും. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് നമുക്ക് ഓൾറെഡി പെയർ അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിങ്ങനെ സ്പീഡിനായിരിക്കും ബ്ലിങ്ക് ചെയ്യുന്നത്. പെയർ ആയിക്കഴിഞ്ഞാൽ കുറച്ച് സ്ലോയിലായിരിക്കും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഏതായാലും ബ്ലൂ കളർ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ ലോങ് പ്രസ് നമ്മൾ പവർ ഓൺ ഓഫ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ സ്പീക്കർ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ഓഫ് ആവുന്നതാണ്. ഇനി സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറയുവാണെങ്കിൽ വളരെ മികച്ച ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പാസീവ് റേഡിയേറ്റർ ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബേസ് ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ബേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 1600 അല്ലെങ്കിൽ 2000 രൂപയ്ക്കകത്താണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നൊരു സ്പീക്കർ തന്നെയാണ് ഈ ഒരു ബോട്ടിൻ്റെ റഗ്ബി എന്ന് പറയുന്നത്. പിന്നെ ഒരു റൂമിനകത്താണ് എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബേസ് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. ഒരിക്കലും നിങ്ങളിത് കൊണ്ട് പബ്ലിക്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു എയറിൽ വെച്ചിട്ട് നിങ്ങളിത് പ്ലേ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ ബേസും നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു റൂമിനകത്താണ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നിങ്ങളിത് വെച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വളരെ മികച്ചൊരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. 1600 രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വർത്ത് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി JBLൻ്റെ ഫ്ലിപ്പ് 3 എന്ന് പറയുന്ന ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. അതിൽ നിന്നും കിട്ടുന്നൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന് മുകളിലൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല, പക്ഷേ അതിൽ നിന്നും കിട്ടുന്നൊരു ക്വാളിറ്റിയുടെ അടുത്തായിട്ട് തന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ ക്വാളിറ്റിയും
എനിക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും യൂട്യൂബിൽ ഇടുന്നൊരു വീഡിയോസിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ നമ്മൾ അല്ലാണ്ട് നോർമലി നമ്മൾ മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് പ്ലേ ചെയ്യുന്നതിലും പലതും എനിക്ക് ഡിഫറൻ്റായിട്ട് തോന്നി. അത് എനിക്ക് മാത്രം തോന്നിയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്കങ്ങനെ ഫീൽ ചെയ്തു. നമ്മൾ ഡയറക്റ്റ് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി സൗണ്ട് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. യൂട്യൂബിലാകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പോൾ സൗണ്ട് കുറവായിട്ട് തോന്നിയത്. എന്തായാലും രണ്ടിലും നമുക്ക് വോക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ഒരു വോക്കൽ ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് സാമ്പിൾസ് ഞാനിതിൽ പ്ലേ ചെയ്യുന്നത് ഞാനിതിൻ്റെ അവസാനമായിട്ട് ഇടാം. നിങ്ങളതൊക്കെ ഒന്ന് കേട്ട് നോക്കുക. ബേസ് എന്തായാലും നല്ല ഒരു രസമുണ്ട് ഇതിൽ കേൾക്കാനായിട്ട്. ഞാനത് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. ബേസ് നല്ലൊരു സുഖത്തിൽ തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ഒരു സ്പീക്കറിന് 1 year വാറണ്ടി നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ അത് ഒരിക്കലും ഫിസിക്കലി എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ മാറ്റി തരത്തില്ല. പക്ഷേ ടെക്നിക്കലി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇത് ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. 2 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു സ്പീക്കർ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്യുവർ ബ്ലാക്ക് കളറും കൂടാതെ ഇനിയുള്ളതെന്ന് പറഞ്ഞത് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നൊരു കളറുമാണ്. വേറൊന്നുമല്ല, ഈ ഒരു ബ്ലാക്ക് കളർ റബ്ബർ കോട്ടിംഗ് ഉള്ളൊരു ബ്ലാക്ക് കളർ ഭാഗം മാത്രം നമുക്ക് ബ്ലൂവിൽ ലഭിക്കുന്നതാണ്. ഈ ഒരു സ്പീക്കറിൻ്റെ വില എന്ന് പറയുന്നത് 1599 രൂപയാണ്. അത് ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും സെയിം റേറ്റ് ആണ്. അത് കളർ ഏതായാലും ബ്ലൂ ആയാലും ബ്ലാക്ക് ആയാലും സെയിം റേറ്റ് തന്നെയാണ്. 1599 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു സ്പീക്കർ ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സ്പീക്കറിനെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.